Hello everyone, welcome back to our channel Food and Beauty. നമ്മൾ വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എല്ലാം മറക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന ഒക്കെ ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ ആശ്രയിക്കാറുണ്ട്. പക്ഷെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ച് ഡെയിലി സ്കിൻ കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നാച്ചുറൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഒന്ന് എൻക്വയർ ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ അതൊന്നും വേണ്ടാതെ നമുക്ക് പൊടിച്ച് വെച്ച് കുറേ കാലത്തേക്കുള്ളത് ഒരുമിച്ച് പൊടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപയർ പൊടിയാണ്. ചെറുപയർ എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിനനുസരിച്ച് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ചെറുപയർ പൊടി എന്ന് പറയുന്നത് സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാൻ കഴിയുന്ന വൈറ്റമിൻസും എൻസൈംസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സോ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസറൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആക്നി, ഡ്രൈ സ്കിൻ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഗ്ലോയിങ് ഫ്ലോലെസ് കോംപ്ലക്ഷൻ, അതുപോലെ ബ്രൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ചെറുപയർ പൊടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേസിലൊക്കെ സോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നല്ലപോലെ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ഫുള്ളായിട്ട് പൊയ്ക്കോളും. പിന്നെ എക്സ്ട്രാ സോപ്പൊന്നും ഇട്ട് ഫേസ് പാക്കിന് ശേഷം അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ചെറുപയർ പൊടി ഉള്ളത് കൊണ്ടിട്ട് തന്നെ സോപ്പിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ആക്നി എല്ലാം നല്ലപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുപയർ പൊടി എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് റാഗി പൗഡറാണ്. അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാണുകയും ചെയ്യും. പഞ്ഞപ്പുല്ല് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വച്ചാൽ മതി. നല്ലപോലെ ഫൈൻ പൗഡറാക്കി എടുക്കണം. കുറച്ച് എന്നാൽ കൂടിയും ഒരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവും. അത് നല്ലതാണ്. ജസ്റ്റ് ഒരു സ്ക്രബായിട്ടും അത് ഉപയോഗിക്കാമല്ലോ. അറബിക് സ്കിൻ കെയർ റുട്ടീനിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ റാഗി എന്ന് പറയുന്നത്. അമിനോ ആസിഡുകൾ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. എക്സാമ്പിളായിട്ട് നമ്മുടെ ട്രിപ്റ്റോഫിൻ, മെഥിയോനിൻ, ലൈസിൻ ഇതൊക്കെ കൊളാജൻ പ്രൊഡക്ഷൻസും എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു അമിനോ ആസിഡിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസാണ്. ഇതെല്ലാം നല്ല പോലെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫെനലോലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം ഏജിനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻറ്റി ഏജിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ റിങ്കിൾസ് വരുന്നത് തടയും. സ്കിൻ ഇങ്ങനെ സാഗ് ചെയ്ത് തൂങ്ങി വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ റാഗി പൗഡർ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മുൾട്ടാനി മിട്ടിയാണ്. അത് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ മോയ്സ്ചറൈസറൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് ഇത് മാറ്റം വരുത്തുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ പൊടിയും കൂടി ഇടാം. ആക്ച്വലി കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് വൈറ്റ് കളറാണ്. അത് നമുക്കിവിടെ ഒന്നും അവൈലബിൾ അല്ല. എല്ലായിടത്തും അവൈലബിൾ യെല്ലോ കളറുള്ള പൗഡർ തന്നെയാണ്. സോ ഞാൻ ആ കസ്തൂരി മഞ്ഞൾ പൗഡർ തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ആക്നി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടും നല്ലപോലെ സ്കിൻ റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ബ്ലെമിഷസ് നല്ലപോലെ കുറയ്ക്കും. ക്ലിയറും ഹെൽത്തിയുമായിട്ടുള്ള റേഡിയൻറ്റ് ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് സാൻഡൽവുഡ് പൗഡറാണ്. ഇതും അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതും വളരെ നല്ലതാണ് സ്കിന്നിന്. പിമ്പിൾസിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിഗ്മെൻറ്റേഷൻ നല്ലപോലെ കുറയ്ക്കും. സ്കാറിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ, മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറയ്ക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ മിക്സ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര തന്നെ ധാരാളമാണ്. നമുക്ക് ഇഷ്ടം പോലെ നാളെ യൂസ് ചെയ്യാനുള്ള പൗഡർ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലർക്ക് സാൻഡൽവുഡ് പൗഡേഴ്സ് അലർജി ഉണ്ടാക്കും. എസ്പെഷ്യലി റെഡ് സാൻഡൽവുഡ് പൗഡർ.
ചിലർക്ക് ടർമറിക്കും അതുപോലെ അലർജി ആയിരിക്കും. സോ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫേസിലല്ലാതെ ഹാൻഡിലോ ലെഗിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആയുർവേദിക് പൗഡേഴ്സ് അല്ലേ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പൗഡേഴ്സ് അല്ലേ, സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത്. ഓഫ്കോഴ്സ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ബോക്സിൽ ഇതുപോലെ ഇട്ട് വയ്ക്കാൻ നമുക്ക്. ഒരു ചെറിയ ലൈറ്റ് ഓറഞ്ച് കളറിലായിരിക്കും നമ്മുടെ പൗഡർ ഉണ്ടാവുക. പക്ഷെ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ റെഡിഷ് കളറിലേക്ക് അത് മാറുകയും ചെയ്യും. പെട്ടെന്ന് നമ്മൾ ആ ഒരു ഫുള്ളായിട്ടുള്ള ബോട്ടിൽ നിന്ന് കുറച്ച് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങാനും വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് പൂത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ചെറിയ ടിന്നിലാക്കിയിട്ട് നമുക്ക് ബാത്റൂമിൽ വയ്ക്കാം. അപ്പോൾ ഒരിക്കലും മറന്നൊന്നും പോവില്ല. എപ്പോഴും കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഫേസിലിടുക. ജസ്റ്റ് ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് കളയുക. അപ്പോൾ ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റും ഉണ്ടാവും. സോ ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. വെള്ളത്തിലോ പനിനീരിലോ നമുക്കിത്, പാലിലോ ഏതിലാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. വെള്ളത്തിലാണെങ്കിൽ തന്നെ നല്ല ഗുണമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടിട്ട് നമുക്ക് ഒത്തിരി ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അധികം പൈസ ചിലവും ഇല്ല. ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. വളരെ ചെറിയ പൈസ മാത്രമേ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ ചെന്ന് നോക്കുക, നിങ്ങളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സിൽ നോക്കുക ഇതൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത്. ആണെങ്കിൽ ഇപ്പോൾ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. വേണമെങ്കിൽ ചിലതൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.